ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉഷയുടെ ബ്ലൂം മഗ്നോളിയ എന്ന് പറയുന്ന മോഡൽ സീലിംഗ് ഫാനാണ്. ഒരു വെറൈറ്റി ഫാൻ തന്നെയാണ്. എന്തെല്ലാം സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഡെക്കോറിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഫാനാണ്. ഇന്ന് അതിൻ്റെ ഇൻസ്റ്റാളേഷനും അതിൻ്റെ കാര്യങ്ങളും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഉഷയുടെ നല്ലൊരു ഹൈ ബ്രാൻഡഡ് ആയിട്ടുള്ള സൂപ്പർ കൂളായിട്ടുള്ളൊരു സീലിംഗ് ഫാൻ തന്നെയാണ് ഈ മഗ്നോളിയ എന്ന് പറയുന്ന മോഡല്. ഇതിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് രണ്ട് കളേഴ്സ്, ഡുവൽ കളറാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത്. അതായത് ഒരു സ്പാർക്കിൾ ഗ്രേയും ആൻഡ് ഒരു ബ്ലൂ ആയിട്ട്, അതൊരു ഫിനിഷിങ് എന്ന് പറഞ്ഞാൽ പക്കാ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഡസ്റ്റ് ഫീച്ചറുള്ള ഒരു പുതിയ മോഡൽ സീലിംഗ് ഫാനാണ് നമ്മുടെ ഉഷയുടെ. വീണ്ടും പറയുകയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രമാത്രം അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പറായ ഒരു ഫാൻ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉഷയുടെ. ഇതിൻ്റെ എത്ര വാട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78 വാട്ട്സാണ് ഇതിനായി ചിലവാകുന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു 90, 100, 120 അങ്ങനെ വരുന്നതായിരുന്നു പഴയ ഫാനുകൾ. ഇപ്പോൾ എല്ലാ ഉപകരണങ്ങളുടെയും വാട്ട്സ് കുറവായിട്ട് വരുന്നുണ്ട്. നമുക്ക് കറണ്ട് കൺസപ്ഷൻ ഒരുപാടധികം കുറവുണ്ട്. അതായത് പഴയ ടി വികളെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ LCD ടി വികൾ വരുമ്പോൾ 40 വാട്ട്സ്, 45 വാട്ട്സ്, 50 വാട്ട്സ് അങ്ങനെയൊക്കെയല്ലേ വരുന്നത്. അതേപോലെ തന്നെയാണ് സീലിംഗ് ഫാനും. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാത്തിനും വാട്ട്സ് കുറവായിട്ട്, പവർ കൺസപ്ഷൻ കുറവായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ അതിൻ്റെ ലൈൻ കൊടുക്കാനുള്ള, അതായത് ഫാനിലോട്ട് നമ്മൾ കണക്ഷൻ ചെയ്യുന്നതും അതേപോലെ മേളിൽ സീലിങ്ങിൻ്റെ അത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ 2 വയർ, ഫേസും ന്യൂട്രലും പോകാൻ വേണ്ടിയിട്ടുള്ള 2 വയർ നമ്മൾ അതിൻ്റെ റാഡിയിൽ കൂടെ കയറ്റി കൊടുക്കണം. അങ്ങനെ വേണം കയറ്റി കൊടുക്കാൻ. ഡയറക്റ്റ് സെൻറ്ററിൽ കൂടെ വയറുകൾ ഇറക്കരുത്. കാരണം പിന്നീടൊരു സമയത്ത് നല്ല ഹൈ സ്പീഡിൽ ഇടുന്ന സമയത്ത് ഈ റാഡ് കിടന്ന് അങ്ങോട്ടും കൂടെ ആടി ഈ വയറുകൾ ഷോർട്ടാകാനും അതേപോലെ ഇടയ്ക്കിടയ്ക്ക് RCB ട്രിപ്പ് ആവാനും അല്ലാതെ ഫാൻ കംപ്ലൈൻ്റ് ആവാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ഫാനിൻ്റെ റാഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്, കമ്പനി ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. വയർ ഇറക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ആ ഹോൾ ഇട്ട് വെച്ചേക്കുന്നത്. അതുവഴി തന്നെ ഇതേപോലെ വയറിടുക. എന്നിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 1mm വയറാണ് എടുത്തേക്കുന്നത്. കൺട്രോളിങ് അല്ല, നമ്മൾ 1mm ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ഫാനിൻ്റെ കൂടെ വരുന്നത് റാഡ് വരുന്നുണ്ട്, 3 ലീഫ് വരുന്നുണ്ട്, പിന്നെ അതിൻ്റെ നട്ട് ബോൾട്ട് വിത്ത് ബുഷ് വരുന്നുണ്ട്, പിന്നെ ഫാൻ കപ്പുകളും ഉഷ എന്നെഴുതി അവരുടെ കമ്പനി നെയിം എഴുതിയ കപ്പും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ കിടക്കുന്ന നട്ട് ബോൾട്ട് തന്നെ വേണം യൂസ് ചെയ്യാൻ. കാരണം അതായിരിക്കും പരുവത്തിലുള്ള അളവ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഷെയ്ക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് അതിൽ കൂടെ വരുന്നത് തന്നെ ഉപയോഗിക്കുക. ഇതേപോലെ ആ നട്ട് ആദ്യമേ കയറ്റി 2 ബോൾട്ടുകളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. 2 ബോൾട്ടുകളും അതേപോലെ അതിൻ്റെ പിന്നുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡും നട്ടിൻ്റെ അളവ് നമ്മൾ സ്പാനറിൽ 10ആണ്. 10ൻ്റെ സ്പാനറാണ് നമ്മളിട്ട് മുറുക്കുന്നത്. ഒരു സൈഡ് നമ്മൾ പ്ലെയർ കൊണ്ട് പിടിച്ചിട്ട് 10ൻ്റെ സ്പാനർ കൊണ്ട് വേണം ടൈറ്റ് ചെയ്യാൻ. നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്യണം. ഓവർ ടൈറ്റ് അധികം പാടില്ല. എങ്കിലും ഒരു നല്ല ടൈറ്റ് എന്നുള്ള രീതിയിൽ ടൈറ്റ് ചെയ്യണം. ഈ ടൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, കാരണം ഹൈ സ്പീഡിൽ ഫാൻ കറങ്ങുമ്പോൾ പിന്നീട് ഈ ഫാൻ കിടന്ന് ഷെയ്ക്ക് ആവാൻ തുടങ്ങും. ഷെയ്ക്ക് ആകുമ്പോൾ അതേപോലെ സൗണ്ടുകളും ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലപോലെ തന്നെ ടൈറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അതേപോലെ ഇത് 2 നട്ടുകളാണ് വരുന്നത്. അതേപോലെ 2 നട്ടുകളും ഇത് യൂസ് ചെയ്യണം. അല്ലാതെ ഒരു നട്ട് മതി എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. കാരണം എന്തെങ്കിലും ഒരു ഷെയ്ക്കിങ്, പിന്നീടൊരു സമയത്ത് എന്തെങ്കിലും ഷെയ്ക്കിങ് കാരണം ഫാൻ ലൂസായി കഴിഞ്ഞാൽ ഈ ഫാൻ്റെ ക്ലാമ്പിൽ നിന്ന് ആ നട്ടല്ല ബോൾട്ട് ചെറുതായിട്ട് സ്ലിപ്പായാൽ പോലും ഈ നട്ടിൻ്റെ അകത്ത് വന്ന് തട്ടിയിരിക്കണം. അതേപോലെയാണ് ക്വാർട്ടർ പിന്നും, അതിലൂടെ വരുന്ന ക്വാർട്ടർ പിന്നും നമ്മൾ യൂസ് ചെയ്യുന്നത്. കാരണം ഏറ്റവും അവസാനമാണ് ക്വാർട്ടർ പിന്ന് വരുന്നത്. ആ ക്വാർട്ടർ പിന്നിൽ വന്ന് ഈ നട്ടുകൾ ലൂസാവുമെങ്കിൽ തട്ടി നിൽക്കണം. അപ്പോൾ കിലുകിലാ സൗണ്ട് കേൾക്കും ഫാൻ ഓടുമ്പോൾ. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ലൂസായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതുപോലെ നട്ട് ലൂസാണെന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ വലിയ അപകടം ഉണ്ടാവും. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പം നമ്മൾ അതിൽ തന്നെ കണക്ഷൻ കൊടുക്കുകയാണ്. അതായത് നമ്മളിട്ട ഈ 2 വയറുകൾ, ഫേസും ന്യൂട്രും കയറാൻ വേണ്ടിയിട്ടുള്ള 2 വയറുകൾ നമ്മളിപ്പം കണക്ഷൻ കൊടുക്കുകയാണ്. ചെറിയ സ്ക്രൂ ആയതുകൊണ്ട് നമുക്ക് ടെസ്റ്റർ വെച്ച് നമുക്ക് അഴിച്ചാലേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ 2 വയറുകളും കണക്ഷൻ കൊടുത്ത് നമ്മൾ മേപ്പോട്ട് ഈ വയർ നമ്മൾ സീലിങ്ങിലോട്ടാണ് പോകുന്നത്. കാരണം ഫാനിൽ നിന്നുള്ള വരുന്ന 3 വയറും കപ്പാസിറ്ററും കൂടെ ഡയറക്റ്റായിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ കണക്ഷൻ കാണിച്ചു തരാം. ഇപ്പം ഈ ടൈപ്പ് ഫാൻ, അതായത് 78 വാട്ട്സാണ് ഈ ഫാന് വരുന്നത്. 78 വാട്ട്സുള്ള ഫാനാണ് നമ്മളെ ഉഷയുടെ മഗ്നോളിയ എന്ന് പറയുന്ന
മഗ്നോളിയ എന്ന് പറയുന്ന മോഡലായിട്ടുള്ള ഫാന്. കമ്പനി അവകാശപ്പെടുന്നത്, കമ്പനി പറയുന്നത് ആൻറ്റി ഡസ്റ്റ് ഫീച്ചറാണ്. ഇത് ആൻറ്റി ഡസ്റ്റ് ഫീച്ചറായിട്ടുള്ള ഒരു പുതിയ ടൈപ്പ് ഫാനാണ് ഉഷയുടെ ഇറങ്ങിയേക്കുന്നത്. എന്തായാലും കണ്ടത് വെച്ച് ഏറ്റവും നല്ലൊരു അടിപൊളി ഡിസൈനുമായിട്ടുള്ള നല്ല ഇച്ചിരി മോഡേൺ ആയിട്ടുള്ള ഫാനാണ്. 1250 mm ആണ് ലീഫിങ്ങിൻ്റെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കണ്ടോ എത്ര ഫിനിഷിംഗ് ആയിട്ടാണ് അവരുടെ ലീഫ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്ക് സൂപ്പറാണ്. കാരണം 2 ഡുവൽ കളറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് സ്പാർക്കിൾ ഗ്രേയും ബ്ലൂ ആയിട്ടാണ് വരുന്നത്. അത് അത്ര അടിപൊളി മനോഹരമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതേപോലെ ഫിനിഷിംഗ് ആയിട്ടാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ അവർ കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ ലീഫുകളൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാനിൽ തന്നെ 3 സൈഡിലായിട്ട് 2 സ്ക്രൂ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അഴിക്കുന്നത് ഫാനിൻ്റെ ലീഫ് സെറ്റ് ചെയ്യാനുള്ള ഏരിയയാണ്. അതും ഒരു സ്റ്റെപ്പ് ബേസ് ആയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത്. കാരണം ഇപ്പം വെക്കുമ്പോൾ തന്നെ മനസ്സിലാവും, കണ്ടോ സ്റ്റെപ്പ് ബേസ് ആയിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഗുണം അത് ഫിനിഷിംഗ് ആയിട്ട് അതിൻ്റെ അകത്ത് ആ കർവിലോട്ട് കറക്റ്റ് കയറി നിൽക്കുന്ന ഒരു രീതിയാണ്. അങ്ങനെ ഉള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. അല്ലാതെ ഏറ്റവും ടോപ്പിലായിട്ട് അങ്ങനെ വെക്കുന്നൊരു അത്ര ഭംഗിയില്ല. പക്ഷേ ഇത് അവർ കറക്റ്റായിട്ടാണ് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 2 സ്ക്രൂവും അഴിച്ചെടുത്തിട്ട് ലീഫ് നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. വീണ്ടും പറയുന്നത്, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ RPM, അതായത് ഹൈ സ്പീഡ് RPM എന്ന് പറയുന്ന 380 ആയിട്ടാണ് വരുന്നത്. പിന്നെ ലീഫ് 1250 mm, പിന്നെ ഇതിൻ്റെ വാട്ട്സ് വരുന്നത് 78 വാട്ട്സുമായിട്ടാണ് വരുന്നത്. ഹൈ സ്പീഡാണ് സാധനം. പിന്നെ ഇതിൻ്റെ വാറൻറ്റി എന്ന് പറയുന്നത് 2 വർഷ വാറൻറ്റി. അപ്പം ഒരു 1 ഇയർ വാറൻറ്റി ഉള്ളതുകൊണ്ട് 2 ഇയർ വാറൻറ്റി ഉള്ളതുകൊണ്ട് ഇതിൻ്റെ വാറൻറ്റി 2 വർഷമാണ്. ഇതിൻ്റെ MRP വരുന്നത് ഒരു 2800, 3000 അടുപ്പിച്ച് ആ റേഞ്ചിലാണ് ഇതിൻ്റെ MRP വരുന്നത്. എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഈ ടൈപ്പ് ഫാൻ മേടിക്കണം. കാരണം നീണ്ടു നിൽക്കുന്നതും അതേപോലെ നല്ല ഡിസൈനായിട്ടുള്ളതും 2 ഡബിൾ കോമ്പിനേഷൻ. നമ്മൾ ഇൻറ്റീരിയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഫാൻ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഡെക്കോർ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഫാനുകളാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. കപ്പാസിറ്ററിൽ നിന്ന് വരുന്നത് ഏറ്റവും ടോപ്പിലും, അതായത് മുകളിലത്തെ ടെർമിനലും സെൻട്രൽ ടെർമിനലുമായിട്ടാണ് കപ്പാസിറ്റർ കയറുന്നത്. താഴത്തെ ടെർമിനൽ മാത്രം ഓപ്പണായിട്ട് നിൽക്കുകയാണ്. അതായത് വയർ കണക്ഷനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ഉഷയുടെ അവരുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള അവരുടെ എംബ്ലം അടിച്ചിട്ടുണ്ട്, മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഡസ്റ്റിനോട് ഗുഡ് ബൈ. പിന്നെ അവരുടെ സീരിയൽ നമ്പറും അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ 2 ക്ലിപ്പുകൾ, കപ്പിൽ കൊടുത്തേക്കുന്ന ഈ 2 ക്ലിപ്പുകൾ അത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതായത് കപ്പ് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുന്നത് സ്പീഡിൽ കറങ്ങുമ്പോൾ ടക്ക് എന്ന് കിടന്ന് അടിക്കാതിരിക്കാനാണ് അങ്ങനെ അവർ ആ സ്ക്രൂ കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ സെറ്റിങ് കഴിഞ്ഞ് ഇനി നേരെ മേളിൽ കൊണ്ടുപോയി നമ്മൾ സീലിങ്ങിൻ്റെ അകത്ത് കിടക്കുന്ന ഹൂക്കിൻ്റെ അകത്ത് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബുഷും ചെറിയ ക്ലാമ്പും നട്ടും ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അതിൽ തന്നെ കൊടുത്തേക്കുന്ന ആ റാഡിൻ്റെ അകത്തോട്ടുള്ള അതിൽ കൂടെ തന്നെ വാഷർ കയറ്റിയിട്ട് നമ്മൾ നട്ട് ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി 2 നട്ടും യൂസ് ചെയ്യണം. 1 നട്ടല്ല 2 നട്ടും അവർ കൊടുത്തേക്കുന്ന 2 നട്ടും യൂസ് ചെയ്യുക. എന്നിട്ട് ക്വാർട്ടർ പിന്നും ഇടണം. ക്വാർട്ടർ പിന്നും ഇടാതിരിക്കരുത്. ഇതിൻ്റെ നട്ട് സൈസ് എന്ന് പറയുന്നത് സ്പാനറിൽ 10 വരുന്നത്. അങ്ങനെ നമ്മൾ 2 നട്ടും ഇട്ട് ടൈറ്റ് ചെയ്തു. അതേപോലെ ക്വാർട്ടർ പിന്നും കൊടുത്തിട്ടുണ്ട്. ക്വാർട്ടർ പിന്ന് കൊടുക്കുന്നതും നട്ടിടുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കാരണം ഇത് ലൂസായാലും ക്വാർട്ടർ പിന്ന് വന്ന് തട്ടി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്വാർട്ടർ പിന്ന് ഇട്ട് ടൈറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അതേപോലെ മുകളിലത്തിലും ബുഷിലും നമ്മൾ അതേപോലെ ക്വാർട്ടർ പിന്ന് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സീലിംഗ് റോസിലാണ് നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത്. സീലിംഗ് റോസിൽ വരുന്നത് ഫേസും ന്യൂട്രും അതേപോലെ എർത്തും വരുന്നുണ്ട്. ഇതിൽ എർത്ത് വയർ വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഫാൻ ബോഡി എർത്തിങ് ആയിട്ട് പോകാത്തത്. ഇപ്പം നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് സീലിങ്ങിൽ വരുന്ന ഫേസും ന്യൂട്രും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കപ്പ് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ എടുത്ത് വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാൻ. കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫാനിൻ്റെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം ഇതേപോലെ ചെയ്യാൻ. സ്വിച്ച് ഓഫ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫാനിൻ്റെ റെഗുലേറ്ററും അല്ലെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ ഡിമ്മർ ആയാലും 0-യിൽ ഇട്ടിട്ട് വേണം നമ്മൾ കണക്ഷൻ കൊടുക്കാൻ. ഇല്ലാതെ ഇതിൽ കയറി പിടിക്കരുത്. കാരണം നമ്മളെ കറണ്ട് അടിക്കാൻ സാധ്യതയുണ്ട്. സാധ്യതയെന്നല്ല, കറണ്ട് അടിക്കും. അതുകൊണ്ട് ഷോക്ക് അടിക്കും. അതുകൊണ്ട്
സൂക്ഷിച്ച് വേണം, ഓഫ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ RCBയോ അല്ലെങ്കിൽ ഐസൊലേറ്ററോ അല്ലെങ്കിൽ മെയിൻ സ്വിച്ചോ ഓഫ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വിച്ചും അതേപോലെ റെഗുലേറ്ററോ അല്ലെങ്കിൽ ഡിമ്മറോ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ ഇതുപോലെ കണക്ഷൻ കൊടുക്കാൻ. അങ്ങനെ നമ്മൾ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പ് മുകളിലത്തെ കപ്പ് എന്നാണ്ട് ഇതേപോലെ ഈ കപ്പും അതിൻ്റെ ലോക്ക് പിടിച്ചിട്ടുകൊണ്ട് തന്നെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യണം, ഒന്ന് മുറുക്കാനുണ്ട്. മുറുക്കിയതിന് ശേഷം വേണം നമുക്ക് ഒന്ന് ഓണാക്കി നോക്കാൻ. നിങ്ങൾക്കത് അതിൻ്റെ എല്ലാം മുറുക്കി കഴിഞ്ഞിട്ട് അതൊന്ന് റണ്ണിങ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഡിസൈൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്. എന്തായാലും കാണിക്കാം. എന്തായാലും നമുക്കൊന്ന് സ്വിച്ച് ഒന്ന് ഓണാക്കി നോക്കാം. ഇപ്പം നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് സ്വിച്ച് ഇട്ടുണ്ട്, അത് റണ്ണിങ് ആവുന്നത് നിങ്ങൾക്ക് കണ്ടാലറിയാം. ഇപ്പം ഇടുമ്പോൾ തന്നെ നല്ല സ്റ്റാർട്ടിംഗ് ആണ് അത് കാണിക്കുന്നത്. ഇനി നമുക്ക് വേരിയബിൾ സ്പീഡും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരണം. അതായത് സ്പീഡ് റെഗുലേറ്ററിൻ്റെ അകത്ത് ഡിമ്മറിൻ്റെ അകത്ത് നമുക്കൊന്ന് കൂട്ടണം. കണ്ടോ, ഇത്രമാത്രം നല്ല ഒരു ഷേക്കിങ്ങും ഇല്ലാതെ നല്ലപോലെ തന്നെ കറങ്ങുന്നുണ്ട്. അങ്ങനെ ഇത് നല്ലൊരു ഹൈ സ്പീഡായിട്ടുള്ള ഒരു ഫാനാണ് ഉഷയുടെ ഇപ്പോൾ ഇറങ്ങിയേക്കുന്നത്. ഉഷ മോഡൽ ഒന്നും കൂടെ പറയാം, ഉഷ ബ്ലൂം മഗ്നോളിയ എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ വാട്ട്സ് എന്ന് പറയുന്നത് 78 വാട്ട്സ് ആയിട്ടാണ് വരുന്നത്. 1250 mm ആണ് അതിൻ്റെ സ്വീപ്പിംഗ് വരുന്നത്. ആൻറ്റി ഡസ്റ്റ് ഫീച്ചറാണ് കമ്പനി പറയുന്നത്. അതേപോലെ ഡബിൾ കളറായിട്ടുള്ളതായിരുന്നു, അതായത് സ്പാർക്കിൾ ഗ്രേയും ബ്ലൂവും ആയിട്ടാണ് 2 കളർ കോമ്പിനേഷനാണ് വരുന്നത്. ഡുവൽ കളറാണ്. ഇതിൻ്റെ ഹൈ സ്പീഡ് RPM എന്ന് പറയുന്നത് 350 RPM ആണ്. അതേപോലെ 2 വർഷത്തെ വാറൻറ്റിയും ഉണ്ട്. എന്തായാലും ഇത് തന്നെ തിരഞ്ഞെടുക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.